യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നേത ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നാം എല്ലാവരും ഒരു പുതിയ വർഷത്തെ കാത്തിരിക്കുകയാണ് അല്ലേ? ഈ 2024 പിന്നിട്ട് നാം 2025 കയറുവാൻ ഇനി ചില ദിവസങ്ങൾ മാത്രം. നമ്മിൽ പലരും 2025 എങ്ങനെ ആയിരിക്കണമെന്നും എന്തൊക്കെ ചെയ്യാൻ പോകുന്നുവെന്നും എന്തൊക്കെ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു വർഷം മുഴുവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടേക്കാം. എന്നാൽ പലരും ഒരു തയ്യാറെടുപ്പുമില്ലാതെ വരുന്നത് പോലെ വരട്ടെ എന്ന് ഓർത്ത് ജീവിക്കുന്നവരുമുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും ഇതിൽ ഏത് കൂട്ടത്തിൽ ആയിരിക്കുന്നു? നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? എന്തിനെ ആസ്പദമാക്കിയാണ് നാം നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. ഇരമ്യാവ് 29:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ പുതുവർഷത്തിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുത്തത്? എന്തിനെ ആസ്പദമാക്കിയാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്? ഇരമ്യാവ് 29:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇവിടെ വായിച്ചല്ലോ. നമുക്ക് ശുഭഭാവി ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നിരൂപിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി നമ്മെ പറ്റിയുള്ളത് എന്താണ്? നാം ഇവിടെ വളരെ വ്യക്തമായി വായിച്ചല്ലോ. നമുക്ക് ശുഭഭാവി ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും എന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്തും എന്ന് ദൈവം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. വലിയ തീരുമാനങ്ങളാണ് പലരും പുതുവർഷത്തിൽ എടുക്കാറുള്ളത്. നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മെ പറ്റിയുള്ള ദൈവത്തിൻ്റെ തീരുമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ? എന്നെപ്പറ്റി എന്താഗ്രഹിക്കുന്നു ദൈവമേ? ഞാൻ എങ്ങനെയായിരിക്കണം? ഞാൻ ഏത് വഴിയിൽ കൂടെ നടക്കണം എന്നൊക്കെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കാറുണ്ടോ? അവൻ നമുക്ക് ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനെ പോലെയാണ്. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈവവുമായി നിരന്തരമായി കൂട്ടായ്മയിലിരിക്കുന്നവരാണ്, ദൈവത്തോട് സംസാരിക്കുന്നവരാണ്, ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൂട്ടുകാർ. നാം നമ്മുടെ ജീവിതയാത്രയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? പല വ്യക്തികളും പലപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയി എന്ന്. എന്തുകൊണ്ട് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നു? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സാഹചര്യങ്ങളെയൊക്കെ നോക്കി കണക്കുകൂട്ടൽ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പരാജയത്തിൽ അവസാനിച്ചേക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഈ പുതിയ വർഷത്തിൽ നാം എങ്ങനെ ആയിരിക്കണം, നാം എന്ത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ദൈവത്തോട് ചോദിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഞാൻ ഏത് കോഴ്സ് ചെയ്യണമെന്നും ഒക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ദൈവത്തോടു കൂടി ആലോചന ചോദിക്കാറുണ്ടോ? ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും പറ്റിയും
വളരെ ശ്രേഷ്ഠകരമായ ഉദ്ദേശങ്ങളുണ്ട്. നാം ആ വഴിയിലാണോ നടക്കുന്നത്? നാം നമ്മെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മെ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് സകല സത്യത്തിലും വഴി നടത്തും. നാം നടക്കേണ്ട പാതയിൽ തന്നെ അവൻ നമ്മെ ആക്കി തീർക്കും. നാം എല്ലാവരും ഒരു ഓട്ടക്കളത്തിലത്രേ. ഓട്ടക്കാരൻ തൻ്റെ ലക്ഷ്യ സ്ഥലത്തേക്ക് ഓടുമ്പോൾ ബായികൾ കരിങ്കല്ലൊന്നും ഇട്ടുകൊണ്ടല്ല ഓടുന്നത്. ഒഴിഞ്ഞ കൈകളുമായാണ് ഓട്ടക്കാരൻ ഓടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ കഴിഞ്ഞ വർഷം 2024 നീ പാപത്തിൻ്റെ ഫാണ്ടം പേറി ഓടിയെങ്കിൽ, ദൈവം ഇല്ലാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന വഴിയിൽ കൂടെ നിങ്ങൾ സഞ്ചരിച്ചെങ്കിൽ, താമസിച്ചു പോയിട്ടില്ല സഹോദര സഹോദരി. ഈ പുതിയ വർഷം നമുക്ക് ദൈവത്തോടു കൂടി ആരംഭിക്കാം. നമ്മുടെ പാപത്തിൻ്റെ കെട്ടുകളെയൊക്കെയും ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നിന്റെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങളുണ്ടെങ്കിൽ, വിടാൻ പറ്റാത്ത ദുശ്ശീലങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഈ പുതിയ വർഷത്തിൽ കടന്നു വരാമോ? അവൻ മഹാദയാലുവും സ്നേഹവാനുമായ ദൈവമാണ്. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിച്ച് നമ്മെ വെണ്മയുള്ളവരാക്കി ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കാം എന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറാത്തവനാണ്. നമ്മുടെ ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 2025 ദൈവത്തോടു കൂടി നമ്മുടെ ജീവിതം ഒന്ന് പ്ലാൻ ചെയ്യാം. സദൃശവാക്യങ്ങൾ 3:5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നാം സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അതുകൊണ്ടാണ് പലരും പറയുന്നത്, നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോയി. കണക്ക് കൂട്ടിയത് സ്വന്തം വിവേകത്തിൽ നിന്നാണ്, സ്വന്തം ബുദ്ധിയിൽ നിന്നാണ്. അവർക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെയൊക്കെ നോക്കി അതുമായൊക്കെ പൊരുത്തപ്പെടുന്നു എന്ന് നോക്കിയത്രേ പലരും പ്ലാൻ ചെയ്യുന്നത്. ദാവീദിന്റെ കഥ നിങ്ങൾക്കെല്ലാം അറിയാം. ദാവീദിനെ പിതാവ് വിട്ടത് ആടുമേയിക്കാനാണ്. ശമൂവേൽ രാജാവിനെ അഭിഷേകം ചെയ്യുവാനായി ഇസ്സായിയുടെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ഇസ്സായി യഥാർത്ഥത്തിൽ രാജാവാകാൻ ദൈവം ആഗ്രഹിച്ച വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ടില്ലായിരുന്നു. തൻ്റെ മറ്റു മക്കളാണ് അതിനൊക്കെ കൊള്ളാവുന്നവരെന്ന് അദ്ദേഹം വിചാരിച്ചു. ദൈവം സാഹചര്യങ്ങളെ നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമോ? നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നത് എന്ന്. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന ദൈവമക്കൾ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ദൈവജനം ദൈവശബ്ദം കേൾക്കും. തൻ്റെ ആടുകൾ തൻ്റെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവരത്രേ. ഇടയൻ തൻ്റെ ആടുകളെയും തിരിച്ചറിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇടയന്മാർ തൻ്റെ ആടുകളോട് വളരെ അടുത്ത് ഇടപെടുന്നത് കൊണ്ടാണ് ആ ഇടയനും ആടുകളും തമ്മിൽ അങ്ങനെയൊരു ബന്ധം ഉണ്ടാകുന്നത്. നമുക്ക് ദൈവവുമായുള്ള നിരന്തരമായ സംസർഗത്തിൽ കൂടെ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കും. നിങ്ങൾ സ്വന്തം വിവേകത്തിൽ ഊന്നി പല പദ്ധതികളും തയ്യാറാക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ നീ പോകുന്ന വഴി നിനക്ക് അനുകൂലം ആവുകയില്ല. അത് ചെന്നെത്തുന്നത് വിജയത്തിൽ ആവുകയില്ല. ലോകപ്രകാരം പലതും നിങ്ങൾ നേടിയേക്കാം. അതൊന്നും
നിങ്ങളെ സന്തുഷ്ടിയിലേക്ക് എത്തിക്കുകയില്ല. നാം ഇവിടെ വായിച്ചല്ലോ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമായ യഹോവയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, എന്നെ അന്വേഷിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന്. ദൈവത്തെ അന്വേഷിക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ദൈവത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും. പലർക്കും ചോദ്യമുണ്ട്, എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തുന്നത് എന്ന്. ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിരിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന്. അവൻ നമ്മളിൽ നിന്ന് ഒട്ടും വിദൂരമല്ല. അവൻ നമ്മോട് ഏറ്റവും അടുത്ത് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കാം. ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. നിങ്ങൾക്കറിയാമോ, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചപ്പോൾ ദൈവം വിചാരിച്ചില്ല, ഞാൻ ഇനി തോട്ടത്തിലേക്ക് ആദമിനെ കാണാൻ പോകുന്നില്ല, അവൻ എൻ്റെ വാക്ക് കേട്ടില്ല, അതുകൊണ്ട് ഇനിയും ഞാനും ആദമും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെയല്ല ദൈവം ചെയ്തത്. ദൈവം വീണ്ടും ആദമിന് വേണ്ടി ആ തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആദമേ എവിടെയെന്ന് ചോദിച്ചു. ദൈവം വിട്ടുകളയുവാൻ ഉദ്ദേശിച്ചില്ല. അത്രമാത്രം സ്നേഹവാനാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിരിക്കുന്ന നമ്മുടെ ദൈവം. തോട്ടത്തിൽ വെച്ച് അവൻ ആദമിനോട് ഒരു ഉടമ്പടിയും ചെയ്തു. സ്ത്രീയുടെ സന്തതി ശത്രുവിൻ്റെ തലയെ തകർക്കും എന്ന്. ഒരു വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടിയായിരുന്നു അത്. പലപ്പോഴും നാം യാത്രകൾ തീരുമാനിക്കുമ്പോൾ പ്ലാൻ ചെയ്യാറുണ്ട്, ഈ സ്ഥലത്തുനിന്ന് അവിടെ വരെ പോയി വരുവാൻ എത്ര മണിക്കൂറുകൾ എടുക്കും. പലരും പ്ലാൻ ചെയ്യാറുണ്ട്, എത്ര പെട്രോൾ ആവശ്യമുണ്ട്, യാത്രയുടെ ഇടയിൽ ഞാൻ എത്ര മീൽസ് കഴിക്കേണ്ടി വരും. പോകേണ്ട സ്ഥലമെല്ലാം തിട്ടപ്പെടുത്തി അത് GPS-ലെല്ലാം ഇട്ട് വഴിയെല്ലാം കണ്ടുപിടിച്ച് ഇങ്ങനെ പോകുവാനുള്ള എല്ലാ പദ്ധതികളും അങ്ങ് തയ്യാറാക്കിയെന്നിരിക്കട്ടെ. സകല കാര്യങ്ങളും വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറന്നുപോയെങ്കിലോ, ആ പോകുന്ന വാഹനത്തിൻ്റെ എൻജിനിൽ ഓയിൽ ഇല്ലെങ്കിൽ അത് എങ്ങനെയിരിക്കും? ആ എൻജിൻ കത്തി നമ്മുടെ യാത്ര മുടങ്ങിപ്പോകും അല്ലേ? ആ യാത്ര ചിലപ്പോൾ ഒരു പരാജയത്തിൽ അവസാനിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ നാം എന്തൊക്കെ പ്ലാൻ ചെയ്താലും, നാം എത്ര സൂക്ഷ്മമായി കാര്യങ്ങൾ ക്രമീകരിച്ചാലും, നാം വളരെ വിദഗ്ധമായി എല്ലാം പ്ലാൻ ചെയ്തിരിക്കാം, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന എണ്ണ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നാം പരാജയത്തിൽ അവസാനിച്ചേക്കാം. ലോകത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ ബിരുദങ്ങൾ നിങ്ങൾ സമ്പാദിച്ചേക്കാം, വളരെ സ്വത്തുക്കൾ സമ്പാദിച്ചേക്കാം, എല്ലാം ഭംഗിയാണ് എന്ന് പുറമേ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നടത്തിപ്പില്ലെങ്കിൽ, അത് നമ്മെ ജീവിതയാത്രയിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മെ എത്തിച്ചേർക്കുമോ എന്ന് നമുക്കറിയുവാൻ സാധിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ 2025 നമുക്ക് നല്ല തീരുമാനങ്ങളോടുകൂടി ദൈവത്തോടുകൂടി നമുക്ക് സകലതും പ്ലാൻ ചെയ്യാം. കഴിഞ്ഞ 2024 പല തിന്മകളും ഉണ്ടായേക്കാം, പല ദുഃഖങ്ങളും പല നൊമ്പരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതെല്ലാം മറന്ന് നമുക്ക് മുന്നിലുള്ളതിനെ നോക്കി ലക്ഷ്യത്തിലേക്ക് ഓടാം. കർത്താവായ യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കാം. ഒരു കൂട്ടരുണ്ട്, ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്യത്തില്ല, വരുന്നിടത്തേക്ക് പോകാം എന്നുള്ള
ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്നവർ. അവരുടെ ജീവിതത്തിൽ ഒരു പ്ലാനുമില്ല, ഒന്നുമില്ല. നാളെ എന്ത് ചെയ്യണമെന്നോ, അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കണമെന്നോ, ഈ വർഷം അവസാനമാകുമ്പോൾ എങ്ങനെയായിരിക്കണമെന്നോ എന്നൊന്നും അവർക്കൊരു ചിന്തയില്ല. അവർക്ക് ജീവിതത്തിൽ ഒരു പദ്ധതിയുമില്ല. അങ്ങനെയുള്ളവരും ഈ ദൈവത്തെ കൂടാതെ വളരെ ശ്രദ്ധയോടുകൂടി പ്ലാൻ ചെയ്യുന്നവരും എല്ലാം ഒരുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അങ്ങ് വരുന്നിടത്തോട്ട് ചെല്ലാം എന്ന് വെച്ച് നാം ജീവിക്കരുത്. അത് അലസന്മാരുടെ ലക്ഷണമാണ്. ജീവിതത്തെപ്പറ്റി ഒരു ലക്ഷ്യം വേണം. നാം അലസന്മാരാകാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ നോഹ പെട്ടകം പണിയാൻ തുടങ്ങിയ കഥ? ദൈവം നോഹയോട് പറഞ്ഞു ഒരു പെട്ടകം പണിയാൻ. പെട്ടകം ഏതു തരം തടി കൊണ്ട് പണിയണമെന്നും എങ്ങനെ പണിയണമെന്നും പെട്ടകത്തിന് എത്ര വലിപ്പം ഉണ്ടായിരിക്കണമെന്നും അതിന് എത്ര നിലകൾ ഉണ്ടായിരിക്കണം എന്നും ഒക്കെ വ്യക്തമായി നോഹയോട് ദൈവം സംസാരിച്ചിരുന്നു. പലർക്കും തോന്നിക്കാണും ഈ നോഹയ്ക്ക് കിറുക്കാണെന്നല്ലേ, തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിക്കാണും. മഴയില്ലായിരുന്നു. മഴയില്ലാത്ത കാലത്താണ് നോഹയോട് ദൈവം പറഞ്ഞത് പെട്ടകം പണിയാൻ. അവൻ അനുസരണമുള്ളവനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പെട്ടകം പണിയാൻ തുടങ്ങി. നമുക്കെല്ലാം അറിയാമല്ലോ, നോഹയും കുടുംബവും മാത്രം ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പോയതുകൊണ്ടാണ് ആ കുടുംബം രക്ഷപ്പെടുകയും ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്തത്. പലരും നമ്മെ അംഗീകരിച്ചു കാണില്ലായിരിക്കാം. നാം ബുദ്ധിമോശം ചെയ്യുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞേക്കാം. 2024 12 മാസങ്ങളുണ്ടായിരുന്നു, 52 ആഴ്ചകളുണ്ടായിരുന്നു, 365 ദിവസങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ 2025. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഈ 2025 അങ്ങനെ തന്നെ ആയിരിക്കും. ദിവസങ്ങൾക്കൊന്നും മാറ്റമില്ല. എന്തും സംഭവിക്കാം. ലോകം എങ്ങനെയും ആയിത്തീരാം. സകലതിനും മാറ്റമുണ്ടായേക്കാം. മാറാത്ത ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ഏറ്റവും മികച്ച പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ സാധിക്കും. നാം വിചാരിക്കും നമുക്ക് സ്വന്തം ശക്തിയിൽ ഇതൊക്കെ നടപ്പാക്കിയെടുക്കാം എന്ന്. പലപ്പോഴും അത് സാധിച്ചെന്ന് വരികയില്ല. അങ്ങനെയുള്ളവരാണ് പറയുന്നത്, അയ്യോ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയേ എന്ന്. എന്നാൽ ദൈവത്തോടു കൂടി തുടങ്ങിയാൽ അത് ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നാം കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം. അദ്ദേഹം വളരെ ലളിതമായി ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ ലളിതമായി സുവിശേഷം പ്രസംഗിച്ച് കോടിക്കണക്കിന് ജനങ്ങളെ കർത്താവിന് വേണ്ടി നേടിയ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ പ്ലാനുകളെല്ലാം വളരെ ലളിതമായിരുന്നു. കാരണം അദ്ദേഹം എല്ലാം ദൈവത്തോടു കൂടിയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തോടു കൂടി പ്ലാൻ ചെയ്താൽ വളരെ ജയകരമായ ഒരു പാതയിലൂടെ ദൈവം നമ്മെ നടത്തും. നമ്മെ നന്മയ്ക്കായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ദൈവം, നമുക്ക് ശുഭ ഭാവി ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവകരങ്ങളിൽ ഇന്ന് ഈ പുതിയ വർഷത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവുമായിട്ടുള്ള നമ്മുടെ അടുത്ത ബന്ധമാണ് നമ്മുടെ ജീവിതത്തിനെ സമ്പൂർണതയുള്ളതാക്കി തീർക്കുന്നത്. ദൈവത്തിൽ അടിയുറച്ച് ജീവിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനേക ശൂന്യതകൾ കണ്ടേക്കാം. പ്രമുഖ കാർട്ടൂണിസ്റ്റായ റാൽഫ് ബർട്ടൺ താൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി തൻ്റെ തലയണയിൽ ഒരു ലേഖനം എഴുതി വെച്ചിരുന്നു. എനിക്ക് ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ മികച്ച വിജയങ്ങൾ കൈവരിച്ചിരുന്നു. എനിക്ക് പല ഭാര്യമാരും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിരുന്നു.
എനിക്ക് പല നല്ല ഭവനങ്ങളും ഉണ്ടായിരുന്നു. ലോകരാജ്യങ്ങളിൽ പലതും ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു. എന്നാലും ഞാൻ ഈ ജീവിതം മടുത്തു. ഒരു ദിവസവും തള്ളി നീക്കുവാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം അനേക വിജയങ്ങൾ കൈവരിച്ച വ്യക്തിയാണ്. വലിയൊരു ശൂന്യത തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ശൂന്യത നികത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കാതെയാണ് ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. ദൈവത്തോടുകൂടെയുള്ള ജീവിതം വളരെ ആനന്ദം നൽകുന്നതാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. നാം പല പ്രശ്നങ്ങളുമുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം പല കൊടുങ്കാറ്റിനെയും തിരമാലയും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു ദൈവ പൈതൽ ദൈവത്തോടു കൂടിയുള്ള സമ്പർക്കത്തിൽ അവൻ ആനന്ദം അനുഭവിക്കുന്നവനായി. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലത്തുഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ അനുഭവമാണ്, അവസ്ഥയാണ് ഇത്. ദൈവത്തിൻ്റെ പദ്ധതികളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാം. നമുക്ക് മുന്നിലുള്ള ഈ 2025 പല കാര്യങ്ങളും നടന്നേക്കാം. ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നാം അറിയുന്നില്ല. വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചർ പോലും മാറിയിരിക്കുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ വളർന്ന സമയത്ത് സമൂഹം അംഗീകരിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് സമൂഹം അംഗീകരിച്ചിരിക്കുന്നു. നമ്മുടെ നാട് തന്നെ എത്രയോ മാറിപ്പോയിരിക്കുന്നു. ഈ 2025 എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നുവെന്ന് നാം അറിയുന്നില്ല. ചില കാര്യങ്ങളൊന്നും മാറത്തില്ല കേട്ടോ. ലോകം എവിടെയോ എങ്ങനെയൊക്കെയോ ആയിക്കോട്ടെ, ഈ 2025 എന്തൊക്കെ സംഭവിക്കുവാൻ പോകുന്നു എന്ന് നാം അറിയുന്നില്ല. ചില കാര്യങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതെന്തൊക്കെയാണെന്നറിയാമോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവവചനത്തിൽ ഉത്തരമുണ്ട്. അതിനൊരു മാറ്റവുമില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം വിടുതലുമുണ്ട്. അതിനും മാറ്റമില്ല. എന്തൊക്കെ സംഭവിച്ചാലും അത് മാറാൻ പോകുന്നില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ജനത്തിന് ദൈവം വിടുതലയക്കും. അതിന് ഒരു മാറ്റവുമില്ല. ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചോട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മളിൽ നടക്കുക തന്നെ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമായിരിക്കും സകല നാമത്തിലും മേലായ നാമം. അതിന് ഒരു മാറ്റവുമില്ല. ലോകം എങ്ങനെ കീഴ്മേൽ മറിഞ്ഞുകൊള്ളട്ടെ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതിന് മാറ്റമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം അത്രേ സകല നാമത്തിനും മേലായ നാമം. ഒരിക്കലും മാറാൻ പോകുന്നില്ല. ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, ഈ 2025 എങ്ങനെയാകാൻ പോയാലും ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് മാറ്റമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനത്രേ. ദൈവം നമ്മളുടെ സ്തുതികളിന്മേൽ വസിക്കും. ഈ 2025 എന്തൊക്കെ ലോകത്തിന് മാറ്റം വന്നാലും ദൈവം എൻ്റെയും നിങ്ങളുടെയും സ്തുതികളിന്മേൽ വസിക്കും. അവൻ മാറ്റമില്ലാത്ത സ്നേഹത്താൽ എന്നെയും നിങ്ങളെയും സ്നേഹിക്കും. ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കർത്താവിനെ വ്യക്തിപരമായി അറിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ അവസാന തുള്ളി രക്തം പോലും എനിക്കും നിങ്ങൾക്കുമായി ചൊരിഞ്ഞു. എനിക്കും നിങ്ങൾക്കും ഭാവിയുണ്ടാകുവാൻ, നന്മയുണ്ടാകുവാൻ അവൻ നമുക്കായി മരിച്ചു, നമുക്ക് നിത്യജീവനെ നൽകുവാൻ. കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ, ഇന്ന് താഴ്മയോടെ ഞാൻ പറയട്ടെ, കർത്തൃസന്നിധിയിലേക്ക് കടന്നു വരുമോ?
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുവാനായി സഹോദര ഏൽപ്പിച്ചു കൊടുക്കുമോ? സഹോദരി ഏൽപ്പിച്ചു കൊടുക്കുമോ? പുതിയ വർഷത്തിലേക്ക് നമുക്ക് വിജയകരമായി പ്രവേശിക്കാം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ? പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലയേറിയ ഒരു സമ്മാനമത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് എന്നും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയുവാനും അഗാധമായ ഒരു ബന്ധം കർത്താവുമായി ഉണ്ടാകുവാനും ഇടയാകും. കർത്താവായ യേശു ക്രിസ്തു നമ്മെ സകല സത്യത്തിലും വഴി നടത്തി ശുഭകരമായ ഒരു ഭാവിയിലേക്ക് നമ്മെ എത്തിക്കും. യിരെമ്യാവ് 17:7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തോടുകൂടെ ഉള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ജയകരമായ ഒരു ജീവിതം തന്ന് ഈ പുതുവർഷത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ ഇനി ചില ദിവസങ്ങൾ മാത്രം ഞങ്ങളെ മുറ്റുമായി അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവിടുന്ന് ഞങ്ങൾക്കായി ഞങ്ങൾക്ക് ശുഭ ഭാവി വരുവാൻ വേണ്ടി ഞങ്ങൾക്ക് നന്മ നിരൂപിച്ചിരിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളെ നേർവഴിയിൽ നടത്തുവാൻ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ വിളിച്ചോ വേർതിരിച്ചിരിക്കുന്നല്ലോ. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളെ ഞാൻ അവിടുത്തെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ വയ്ക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ പുതുവർഷത്തിൽ അവർക്ക് ലഭിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാരത്തിലായിരിക്കുന്നവർ അവിടുത്തെ ദിവ്യ പ്രകാശത്തിലേക്ക് കടന്നു വരട്ടെ. പ്രശ്നത്തിലും പ്രതികൂലത്തിലും ആയിരിക്കുന്നവർ അവിടുത്തെ അത്ഭുത കരങ്ങളാൽ വിടുവിക്കപ്പെടട്ടെ. സകല മാനവ മഹത്വം അവിടുന്ന് എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹമായവൻ ഇറങ്ങി നമ്മെ രക്ഷിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമ്മോടൊപ്പം നടന്നു. അവൻ നമ്മുടെ രക്ഷകനാണ്. അതൊരു മതമല്ല. ഇന്നും നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ആ നാമമാണ് യേശു ക്രിസ്തു.